മുസ്ലിം ലീഗിനെ പറ്റി പല വിമർശനമുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാന് നിങ്ങളുടെ മുമ്പിൽ വന്നത് അവരെ പറ്റി ഒരു നല്ല വാക്ക് പറയാനാണ്. കാര്യം എന്താണെന്ന് വിചാരിച്ചാല്, വയനാട്ടില് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് 400-ലധികം ആളുകൾ മരിച്ചു. അനേകം ആളുകൾക്ക് വീടില്ലാതെയായി, ഭൂമിയില്ലാതെയായി, പലരും കാണാതെയായി. അങ്ങനെ വലിയ ഒരു മഹാദുരന്താണ്. അതില് ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് ഇപ്പോ 51 വീടുകൾ കൊടുത്തു. ഞാൻ വാർത്തകളിൽ കണ്ടത് ഒന്നാം തരം വീട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, ഫർണിച്ചർ അടക്കം. നമ്മൾ പറയല്ലോ ഊട്ടൂരൂട്ട്, നമ്മുടെ വീട്ടുപകരണങ്ങൾ അടക്കം കൊടുത്തു. വളരെ മാതൃകാപരമായി അത്. നമ്മള് അവരെ രണ്ട് കൈയും ഉയർത്തി അഭിനന്ദിക്കേണ്ട, അഭിവാദ്യം ചെയ്യേണ്ട ഒരു സന്ദർഭമാണിത്. പിന്നെ അവരാ ചെയ്ത രീതി എനിക്ക് വളരെ മാതൃകാപരമായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, ആ ദുരിതബാധിതർ എന്നല്ലാതെ അവരില് ജാതി ഏതാണ്, മതമേതാണ്, പാർട്ടി ഏതാണ്, വ്യക്തിബന്ധം ഏതാണ് എന്നൊന്നും നോക്കാതെ കൂടുതൽ അർഹതയുള്ളവർക്ക് കൊടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാ കൊടുത്തത്. തെരഞ്ഞെടുപ്പിൽ അത് മുതലാക്കാം എന്ന് അവര് വിചാരിച്ചില്ല. ഇതുപോലെ അതിന്റെ ഉദ്ഘാടന ചടങ്ങിന് പുറത്തു നിന്ന് ആളുകള് എരമ്പിക്കയറി വരരുത് എന്ന് വെച്ചാൽ ഒരു പരിപാടി വെച്ചില്ല. അങ്ങോട്ട് വരരുത് എന്നാണ് അവര് സ്വന്തം അണികളോടും നാട്ടുകാരോടും പറഞ്ഞത്. അപ്പൊ ആ ദുരിതബാധിതരായ ആളുകളുടെ അന്തസ്, അവരുടെ സ്വകാര്യത, അവരുടെ വ്യക്തിജീവിതം, അവരുടെ സ്വാസ്ഥ്യം എല്ലാം കണക്കിലെടുത്തു. ഇങ്ങനൊക്കെ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ പാർട്ടികൾ പെരുമാറുന്നത് അപൂർവമാണ്. ഞാൻ വീണ്ടും പറയണം, വളരെ മാതൃകാപരമായി മുസ്ലിം ലീഗിന്റെ പെരുമാറ്റം. നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ലീഗ് എന്നും മുന്നിലാണ്. ഒരാൾക്ക് ചികിത്സ കിട്ടണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഡയാലിസിസ് നടത്തണം, അല്ലെങ്കിൽ ആശുപത്രിയിൽ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്കാനിങ്ങിന് സൗകര്യം വേണം. അത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന, അതിനുവേണ്ടി സ്ഥിരമായിട്ട് സംവിധാനം ഉണ്ടാക്കുന്ന ഒരു ശ്രദ്ധ മുസ്ലിം ലീഗിനുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ പണിക്ക് ഏറ്റവും അധികം നമ്മൾ അനുമോദിക്കേണ്ടത് ഗൾഫ് മലയാളികളായ, പ്രവാസികളായ ആളുകളെയാണ്. അവർക്ക് അവരുടെ പ്രവാസി സംഘടനയായ KMCC ഒക്കെ ഇതിൽ വലിയ നിഷ്കർഷയുള്ള കൂട്ടരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ മലയാളികൾക്കും വേണ്ടി ഞാൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയും അണികളെയും അനുമോദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് മാതൃകാപരമായി, ജോറായി, നല്ല വാർത്തകൾ അപൂർവമാണ് നാട്ടിൽ കേൾക്കുന്നത്. അങ്ങനെ ഒരു നല്ല വാർത്ത കേട്ടപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. ഞാൻ ശ്രീ സാദിഖ് അലി തങ്ങളെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലെ മറ്റു നേതാക്കളെയും അവരുടെ അണികളെയും അനുയായികളെയും അനുഭാവികളെയും ഒക്കെ അനുമോദിക്കുന്നു. ഇത് മറ്റു പാർട്ടിക്കാർക്ക് മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു.